ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രേഷ്മ സജു ഒഫീഷ്യൽ. ഇന്നൊരു മൂവി റിവ്യൂവുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഫസ്റ്റ് ചെയ്തതും തുടരും മൂവിയുടെ റിവ്യൂ ആയിരുന്നു. അതിനുശേഷം ഒരു മൂവി റിവ്യൂവും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്ന് നിമിത്തം പോലെ വീണ്ടും ലാലേട്ടൻ്റെ സിനിമയുടെ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ റിവ്യൂവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. സത്യൻ അന്തിക്കാട് സാർ സംവിധാനം ചെയ്ത് അഖിൽ സത്യൻ്റെ കഥയ്ക്ക് സോനു ടി പി തിരക്കഥ എഴുതി ആശീർവാദ് സിനിമാസ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സിനിമയാണ് ഹൃദയപൂർവ്വം. കണ്ടിറങ്ങിയപ്പോൾ തന്നെ റിവ്യൂ ചെയ്യണമെന്ന ആഗ്രഹം മനസ്സിൽ തോന്നി. ഒരു ഫീൽ ഗുഡ് മൂവിയായിട്ട് അനുഭവപ്പെട്ടു. ടോട്ടലി ഒരു പോസിറ്റീവ് വൈബ് നൽകിയ ഒരു സിനിമ. കാണുന്നവൻ്റെ കണ്ണിലാണ് സൗന്ദര്യം എന്ന് പറയുന്ന പോലെ എനിക്കും നിങ്ങൾക്കും കാണുന്ന കാഴ്ചകൾ വ്യത്യസ്തമാണ്. ഒരേ കാഴ്ച ഓരോരുത്തർക്കും അനുഭവപ്പെടുന്നത് വ്യത്യസ്ത രീതിയിലാണ്. എൻ്റെ കാഴ്ചാനുഭവമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. നിങ്ങളുടെ കാഴ്ചകളിൽ നിന്നും അതിന് വിയോജിപ്പും യോജിപ്പും ഒക്കെ കാണാം. എനിക്കെന്തായാലും ഈ സിനിമ ഒരു സുഖമുള്ള അനുഭവമായിരുന്നു. എനിക്കങ്ങനെ എടുത്തു പറയത്തക്ക നെഗറ്റീവ്സ് ഒന്നും ഫീൽ ചെയ്യാതെ ആദ്യം തൊട്ട് അവസാനം വരെ ഞാനൊരു പോസിറ്റീവ് മൂഡിലിരുന്ന് കണ്ട ഒരു കാഴ്ച അനുഭവമായിരുന്നു ഹൃദയപൂർവ്വം. ലാലേട്ടൻ്റെ തുടരും മൂവിയുടെ റിവ്യൂവിൽ പറഞ്ഞതുപോലെ ലാലേട്ടൻ്റെ തിരിച്ചുവരവെന്നൊക്കെ എല്ലാവരും പറഞ്ഞ് ആഘോഷിച്ചു. ഇവിടെയും ഒരു മോശം പറയാനൊന്നുമില്ല. ആ അഭിനയ മികവ് കണ്ണ് ചിമ്മുന്നിടത്തും കണ്ണ് നിറയുന്നിടത്തും സൗണ്ട് മോഡുലേഷനിലും എല്ലാം അദ്ദേഹം കൊടുക്കുന്ന ഭാവങ്ങൾ വളരെ നന്നായിട്ട് ഈ സിനിമയിലും അനുഭവിക്കാൻ കഴിഞ്ഞു. അത്രത്തോളം സംതൃപ്തിയോടെ ഞാൻ ഈ സിനിമ കണ്ടു തീർത്ത ഒരു പ്രേക്ഷകയാണ്. സത്യൻ അന്തിക്കാട് സാറിൻ്റെ സംവിധാനം എന്ന് പറയുമ്പം അത് ലാലേട്ടൻ്റെ ഒരു കംഫർട്ട് സോൺ തന്നെയാണ്. ആ കംഫർട്ട് സോണിൽ ഏറ്റവും മികവാർന്ന രീതിയിൽ തന്നെ ലാലേട്ടൻ ഈ കഥാപാത്രത്തെ ചെയ്തു വെച്ചിരിക്കുന്നു. സന്ദീപ് ബാലകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഒരു രോഗിയായിട്ടാണ് ലാലേട്ടൻ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. 2.5 മണിക്കൂർ ലാലേട്ടനെ തന്നെ കണ്ടിരിക്കുക എന്നുള്ളത് ഈ സിനിമയിൽ ഒരു സുഖമുള്ള അനുഭവമാണ്. അപ്പിയറൻസ് ആയാലും കോസ്റ്റ്യൂംസ് ആയാലും മൊത്തത്തിൽ ഒരു ഫ്രഷ് ലുക്കിംഗ് ആണ്. എങ്ങനെയായിരിക്കും ആ മനുഷ്യനെ ഓരോ കഥാപാത്രത്തോടും ഇത്ര മനോഹരമായി ഇഴുകിച്ചേരാൻ കഴിയുന്നതെന്ന് ഈ സിനിമ കണ്ടപ്പോഴും എനിക്ക് തോന്നി. നിറയുന്ന കണ്ണുകളെ ഒന്ന് ചിമ്മിക്കൊണ്ട് കുറച്ച് മാത്രം വാക്കുകൾ കൊണ്ട് ചെറിയ ചില തലയാട്ടലുകൾ കൊണ്ട് ആ കഥാപാത്രം അപ്പോൾ കടന്നു പോകുന്ന മാനസികാവസ്ഥയെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് എപ്പോഴും കഴിയാറുണ്ട്. ഇവിടെയും അതിന് സാധിക്കുന്നു. സന്ദീപ് ബാലകൃഷ്ണൻ എന്ന കഥാപാത്രവും മറ്റൊരു പ്രിയപ്പെട്ട കഥാപാത്രമായി മാറുന്നു. ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ലാലേട്ടന് കൊടുത്ത ഒരു കോംബോ ആണ്. നമ്മുടെ സംഗീത് പ്രതാപ് എന്ന അഭിനേതാവ്, അദ്ദേഹത്തിൻ്റെ ഇതിലെ ജെറി എന്ന് പറയുന്ന കഥാപാത്രം വളരെയധികം എനിക്കിഷ്ടം തോന്നിയ, ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്ത ഒരു കഥാപാത്രം. എനിക്ക് സംഗീത് പ്രതാപ് എന്ന അഭിനേതാവിനോട് മാനസികമായിട്ട് ഭയങ്കര ഇഷ്ടവും അടുപ്പവും ഒക്കെ തോന്നുന്നൊരു അഭിനേതാവാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രേമലു എന്ന സിനിമയിലെ അമൽ ഡേവിസ്, അദ്ദേഹത്തിനെ അമൽ ഡേവിസ് എന്നാണ് എല്ലാവരും ഇപ്പോഴും വിളിക്കുന്നത്, ആ ഒരു കഥാപാത്രത്തോട് എനിക്ക് എന്തോ വളരെയധികം ഇഷ്ടം തോന്നിയ ഒരു കഥാപാത്രമായിരുന്നു. കൂടെയുള്ള കഥാപാത്രത്തിനോട് അദ്ദേഹത്തിനുള്ള അടുപ്പം, ഫീലിങ്സ്, അവരുടെ ഇമോഷൻസിനെ എങ്ങനെ അത്തരം കാര്യങ്ങളിലൊക്കെ സംഗീത് പ്രതാപ് പ്രകടിപ്പിക്കുന്ന ഒരു അഭിനയ മികവുണ്ട്. ഇവിടെയും ലാലേട്ടനോടൊപ്പമുള്ള കോംബോ, തമാശ രംഗങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിലുള്ളൊരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയൊക്കെ സൂപ്പറായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ശ്രദ്ധ നേടിയ പല താരങ്ങളും ഇതിനകത്ത് പല റോളുകളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവർക്ക് കിട്ടിയ റോളുകളൊക്കെ അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നു. നല്ല എൻ്റർടൈനിങ് ആയിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. സ്ത്രീ കഥാപാത്രങ്ങളായിട്ട് വരുന്നത് മാളവിക മോഹനും സംഗീതയുമാണ്. സംഗീത നമ്മുടെ ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്കകത്ത നായിക. അവരൊറ്റ കഥാപാത്രം മതി അവരെ ഓർമ്മിക്കാനായിട്ട്. രണ്ടുപേരും അവരവരുടെ കഥാപാത്രങ്ങൾ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പൂനെയിൽ ജനിച്ചു വളർന്ന ഒരു കഥാപാത്രം, ഒരു പെൺകുട്ടി മലയാളം ഉപയോഗിക്കുന്ന രീതി എങ്ങനെയായിരിക്കും, ആ ഒരു സ്റ്റൈലിലൊക്കെ അവരത് ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് മാളവിക മോഹൻ്റെ അഭിനയവും സ്റ്റൈലിങ്ങും കാര്യങ്ങളൊക്കെ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നതിലും ഒന്നും അത്ര ഓവറായിട്ടോ അങ്ങനെയൊന്നും ഫീൽ ചെയ്യാറില്ല. എനിക്ക് നല്ല രീതിയിൽ തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. സംഗീത മാമിൻ്റെ അഭിനയത്തിലാണെങ്കിലും അവരുടെ ഒരു കഥാപാത്രം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന കുറേ ഇമോഷൻസ് ഉണ്ട്. അത് വളരെ ചില വാക്കുകളിലൂടെയൊക്കെ അവർ പ്രകടിപ്പിക്കുന്ന ഒരു സീനുണ്ട്. അവരെന്താണ് ഇങ്ങനെ എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു സീൻ. ആ ഒരു രംഗത്തിൽ ഒരുപാട് ഡയലോഗുകളോ ഒത്തിരി ഭാവങ്ങളോ ഒന്നും വാരി വിതറാതെ തന്നെ ആ ഒരു കഥാപാത്രത്തിൻ്റെ ഉള്ളിലെ ഫീലിങ്സിനെ വളരെ നല്ല രീതിയിൽ അവർ രംഗത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്തൊക്കെയോ കണക്റ്റായി അതിങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നത് കൂട്ട് എനിക്കത് ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫീലായി. പിന്നീട് മാളവിക മോഹനും അച്ഛനോടുള്ള അവരുടെ ആ ഒരു സ്നേഹവും കണക്ഷൻസും ഒക്കെ അവർ നല്ല രീതിയിൽ തന്നെയാണ് ആ ഒരു കഥാപാത്രത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. പിന്നീട് ലാലു അലക്സ്, സിദ്ദിഖ്, ജനാർദ്ദനൻ തുടങ്ങിയ സീനിയർ ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ട്. സിദ്ദിഖ് സാറിൻ്റെ ക്യാരക്ടറാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സിൽ ആദ്യം എൻട്രി ചെയ്യുന്നത്. പുള്ളിയുടെ ഒരു കഥാപാത്രത്തിൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡിയും എന്നാൽ ഇച്ചിരി നെഗറ്റീവ് ഷെയ്ഡും ഒക്കെ ഉള്ളത്. പക്ഷേ നമുക്ക് ദേഷ്യമൊന്നും തോന്നാത്ത രീതിയിൽ ആ നെഗറ്റീവ് റോൾ ഇങ്ങനെ പോകുന്നുണ്ട്. വളരെ കോമിക്കായിട്ട്
കിട്ടിയിരിക്കുന്ന കഥാപാത്രത്തിനോട് അങ്ങേയറ്റം നീതി പുലർത്തി തന്നെയാണ് സിദ്ദിഖ് സാർ അത് ചെയ്തിരിക്കുന്നത്. ജനാർദ്ദനൻ സാറിൻ്റെ കുറച്ച് സീനിലേ ഉള്ളെങ്കിലും ലാസ്റ്റ് വരെയും അദ്ദേഹത്തിൻ്റെ ചില ഡയലോഗുകൾ ഇങ്ങനെ പോകുന്നുണ്ട് ലാലേട്ടൻ്റെ മെമ്മറീസിലൂടെയൊക്കെ. അതൊക്കെ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം, പിന്നെ നമ്മളതൊന്നും എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല, അവരൊക്കെ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തവരുടെ അഭിനയ മികവ് തെളിയിച്ചവരാണ്. അത് നല്ല രീതിയിൽ ഇവിടെയും ചെയ്തിരിക്കുന്നു. ലാലു അലക്സ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റൈലുണ്ടല്ലോ, ടോക്കിംഗ് രീതിയും അദ്ദേഹത്തിൻ്റെ പണ്ട് തൊട്ടേ ഉള്ളൊരു കഥാപാത്രങ്ങളുടെ ഒരു സ്റ്റൈല് അത് ഇവിടെയും അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റർടൈനിങ് ആയിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഒരു കഥാപാത്രം. പിന്നീട് പിന്നെ എന്താണ് ഈ സിനിമയിൽ അങ്ങനെ ഇമോഷൻസിനെ അങ്ങനെ വലിയ വലിയ ഡയലോഗുകളിലൂടെയോ ഭയങ്കരമായിട്ട് സംഭവമായിട്ട് ഒന്നും കൊണ്ടുവന്നില്ല. ഓരോ കഥാപാത്രങ്ങൾക്കും ഉള്ളിലുള്ള ചില ഇമോഷൻസ്, വൈകാരികമായിട്ടുള്ള രംഗങ്ങൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് എന്താണ് നമ്മളെ അങ്ങ് ഭയങ്കര ഇതാക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ, പക്ഷെ നമ്മളെ തൊടാതെ അത് പോകുന്നുമില്ല. ആ ഒരു രീതിയിലാണ് ഇതിലെ ഇമോഷണൽ സീനുകളെ കൈകാര്യം ചെയ്തത്. പിന്നീട് ഈ സിനിമയിൽ ആദ്യം തൊട്ട് അവസാനം വരെ രൂപമില്ലാതെ ത്രൂ ഔട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് മാളവിക മോഹൻ്റെ അച്ഛൻ. കേണലായിരുന്നു അദ്ദേഹത്തിൻ്റെ, അവരുടെ അച്ഛൻ കേണലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹാർട്ടാണ് ലാലേട്ടൻ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഹൃദയം സ്വീകരിച്ച ലാലേട്ടൻ്റെ കഥാപാത്രവും പിന്നീട് ഹൃദയം ദാനം നൽകിയ ആ ഒരു കേണലിൻ്റെ ഫാമിലി ആയിട്ടുള്ള മാളവികയുടെ ഫാമിലിയും തമ്മിലുണ്ടാവുന്ന അവർക്കുണ്ടാവുന്ന ചില കണക്ഷൻസും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് സിനിമയിലുടനീളം കാണിക്കുന്നത്. ഇനി മ്യൂസിക് സെക്ഷനിലേക്ക് വരുമ്പോൾ ജസ്റ്റിൻ പ്രഭാകരൻ്റെ മ്യൂസിക്കാണ് നല്ല രീതിയിൽ തന്നെ അനുഭവപ്പെട്ടു. അതിൽ മാളവിക മോഹനും ലാലേട്ടനും കൂടിയുള്ളൊരു പാട്ട് സീനുണ്ട്. അതിൽ ഒരു എന്താണ് ഒരു വിഷ്വൽ ട്രീറ്റും ലാലേട്ടൻ്റെ ആ ഒരു പ്രസൻസും ഒക്കെ എന്താണ് ഒരു അപ്പിയറൻസും കാര്യങ്ങളും എല്ലാം നല്ല രസമായിട്ട് നല്ല ഭംഗിയോടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആ മ്യൂസിക് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചില എന്താണ് വൈകാരിക രംഗങ്ങളിലേക്ക് കടന്നു വരുന്ന മ്യൂസിക്കുകളുണ്ട്. അത്രത്തോളം അങ്ങ് ഡെപ്തിൽ അല്ലെങ്കിലും അതും സിങ്കായി പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ സിനിമയിൽ അങ്ങനെ സസ്പെൻസ് ഫാക്ടേഴ്സ് ഒന്നുമില്ല. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കഥയുടെ ഒരു പോക്കിനനുസരിച്ച് നമ്മൾ ചിന്തിച്ച് വെക്കുന്ന ചില ക്രിഞ്ച് കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നല്ല ഫീൽ ഗുഡായിട്ട് വളരെ പോസിറ്റീവായിട്ടാണ് ഈ സിനിമ വന്ന് അവസാനിക്കുന്നത്. ആ കഥയോടും കഥാപാത്രങ്ങളോടും ഒക്കെ വളരെയധികം നീതി പുലർത്തിക്കൊണ്ട് അങ്ങനെ കൊണ്ടുവന്ന് എൻഡ് ചെയ്യുന്നൊരു സിനിമയാണിത്. നമുക്ക് ഫാമിലിയോടൊപ്പം വളരെ ആസ്വദിച്ച് ശാന്തവും കാം ആൻഡ് ക്വയറ്റായിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ കുറച്ച് തമാശ, കുറച്ച് വിഷമങ്ങൾ, പിന്നെ സന്തോഷം, ചെറിയ ചില പ്രണയ നിമിഷങ്ങൾ പോലെ അങ്ങനെയൊക്കെ ആസ്വദിച്ച് ഇരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് ഹൃദയപൂർവ്വം. അപ്പം എല്ലാവരും സിനിമ പോയി കാണുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.